ഹായ് ഓൾ, ഇന്ന് നമ്മൾ റാഷണൽ നമ്പേഴ്സ് ആണ് പഠിക്കുന്നത്. അതിനു മുന്നേ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സ് എന്താണെന്ന് നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. എണ്ണാൻ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുക? 1 മുതൽ തുടങ്ങിയിട്ട് അങ്ങ് ഇൻഫിനിറ്റി വരെയാണ് നമ്മൾ എണ്ണാൻ ഉപയോഗിക്കുക. അപ്പം നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അപ് ടു ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി ഈ സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള സിമ്പൽ വെച്ചിട്ടാണ് നമ്മൾ ഇൻഫിനിറ്റി ഡിനോട്ട് ചെയ്യുക. അടുത്തതായിട്ട് എന്താ നമുക്ക് പഠിക്കാനുള്ളത്? ഹോൾ നമ്പേഴ്സ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ 0യും കൂടി കൂട്ടിയിട്ടുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നാച്ചുറൽ നമ്പേഴ്സിന് പുറമെ 0യും കൂടി കൂട്ടിയതിനെ നമ്മൾ ഹോൾ നമ്പേഴ്സ് എന്ന് പറയും. പിന്നെ എന്താ ഉള്ളത്? ഇൻഡിജേഴ്സ് ആണ്. ഇൻഡിജേഴ്സ് എങ്ങനെയാ? ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാല് നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ അങ്ങനെ -2, -1, 0, 1, 2, 3 അങ്ങനെ പോയിട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി വരെ ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ 0, -2, -1, 0, 1, 2, 3 അപ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. സൊല്യൂഷൻ ഓഫ് സിമ്പിൾ ഇക്വേഷൻ ax + b = c ആണെങ്കിൽ നമുക്ക് എക്സ് എന്ന വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. അപ്പം എയും ബിയും സിയും കോൺസ്റ്റൻസ് ആണ്. എ ബി സി ആർ കോൺസ്റ്റൻസ്. അതിന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ മാറില്ല. എക്സ് എന്ന് പറയുന്നത് ആണ് നമ്മളുടെ വേരിയബിൾ. ഈ ഇക്വേഷനിൽ അതിന്റെ വാല്യൂ ആണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഈ സിമ്പിൾ ഇക്വേഷനിൽ നമുക്ക് എങ്ങനെ എക്സ് എടുക്കാം? ax = c - b എന്ന് പറയാം. ഈ ബിനെ അപ്പുറത്തേക്ക് ട്രാൻസ്പോസ് ചെയ്യും. അപ്പൊ ax എന്താ? ax = c - b എന്ന് കിട്ടി. x എന്ത് കിട്ടി? c - b ഡിവൈഡഡ് ബൈ a. രണ്ട് സൈഡിലും a കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് c - b ഡിവൈഡഡ് ബൈ a എന്ന് കിട്ടി. ഇങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തുമ്പോൾ നമുക്ക് ഈ സാധനം ഫ്രാക്ഷൻ ആയിട്ട് വരാം. c - b / a എന്ന് പറയുന്നത് ഫ്രാക്ഷൻ ഒരു p/q ഫോമില് നമുക്ക് വരാം. ഇങ്ങനെ p/q ഫോമില് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ റാഷണൽ നമ്പർ എന്ന് പറയുന്നത്. റാഷണൽ നമ്പർ ഇങ്ങനെ p/q ഫോമിൽ റെപ്രസെന്റ് ചെയ്യുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതിൽ പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആവും വേണം. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം. പിന്നെ q ≠ 0 ആയിരിക്കണം. പിയും ക്യൂവും ഇൻഡിജേഴ്സ് ആയിരിക്കണം. q ≠ 0 ആയിരിക്കണം. എന്നിട്ട് p/q ഫോമിൽ നമ്മൾ റാഷണൽ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യും. റാഷണൽ നമ്പറിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 1/2 ആണ്. 1/2 p എന്താ? p = 1. q എന്താ? q = 2. q എന്ന് പറയുന്നത് 2 ആണ്. 2 ≠ 0 ആണ്. അപ്പം അത് ഒരു റാഷണൽ നമ്പർ ആണെന്നാണ് പറയുന്നത്. നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ പ്രോപ്പർട്ടി എന്താ? ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടിയിൽ നമ്മൾ എന്ത് ചെയ്യാം? ഹോൾ നമ്പേഴ്സിന്റെ കേസ് നോക്കാം. ഹോൾ നമ്പേഴ്സ് അഡീഷനിലെ കേസിൽ ഹോൾ നമ്പേഴ്സ് ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. അതായത് 2 ഹോൾ നമ്പേഴ്സ് എടുത്തിട്ട് ആഡ് ചെയ്താൽ ഒരു ഹോൾ നമ്പർ തന്നെയാണ് കിട്ടുക എന്നാണ് പറയുന്നത്. സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ ഹോൾ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അത് ക്ലോസ്ഡ് അല്ല എന്നാണ് പറയുന്നത്. നോട്ട് ക്ലോസ്ഡ് വിത്ത് റെസ്പെക്ട് ടു സബ്ട്രാക്ഷൻ. ഹോൾ നമ്പേഴ്സിന്റെ കേസ് എങ്ങനെയാ? ആദ്യം നമ്മൾക്ക് ഒരു 3 എടുക്കാം ആദ്യത്തെ നമ്പർ ആയിട്ട്. പിന്നെ ഒരു 5 എടുത്താൽ 3 - 5 ചെയ്ത് നോക്കിയാൽ എത്ര കിട്ടും? =-2 ആണ്. -2 എന്ന് പറയുന്നത് നോട്ട് എ ഹോൾ നമ്പർ ആണ്. ഹോൾ നമ്പർ അല്ല. -2 ഹോൾ നമ്പർ അല്ല. 3യും 5ഉം ഹോൾ നമ്പേഴ്സ് ആണ്, പക്ഷേ -2 ഹോൾ നമ്പർ അല്ല. അതുകൊണ്ട് സബ്ട്രാക്ഷന്റെ കേസിൽ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അതേപോലെ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് നോക്കാം. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ അത് ക്ലോസ്ഡ് ആണെന്നാണ് പറയുന്നത്. അതായത് 2 ഹോൾ നമ്പേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ഹോൾ നമ്പർ തന്നെയായിരിക്കും. ഡിവിഷന്റെ കേസ് എങ്ങനെയാ? ഡിവിഷന്റെ കേസിൽ നോട്ട് ക്ലോസ്ഡ് എന്നാണ് പറയുന്നത്. നമുക്ക് ഒരു 2യും 5ഉം എടുക്കാം. 2ഉം 5ഉം എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 2/5 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്.
2/5 പറഞ്ഞാൽ 0.4 ആണ് അല്ലേ? 2/5 എന്ന് പറഞ്ഞാൽ 0.4 ആണ്. 0.4 ഈസ് നോട്ട് എ ഹോൾ നമ്പർ. അതുകൊണ്ട് അത് ക്ലോസ്ഡ് അല്ല എന്നാണ് പറയുന്നത്. ഡിവിഷന്റെ കേസിൽ നോട്ട് ക്ലോസ്ഡ് ആണ്. നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി ഇന്റീജേഴ്സിന്റെ കേസ് നോക്കാം. അഡീഷൻ, 2 ഇന്റീജർ എടുത്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഇന്റീജർ തന്നെയാണ് നമുക്ക് കിട്ടുക. 2 ഇന്റീജർ എടുത്ത് സബ്ട്രാക്ട് ചെയ്താലും നമുക്ക് ഒരു ഇന്റീജർ തന്നെയാണ് കിട്ടുക. 2 ഇന്റീജർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്താലോ അപ്പോഴും നമുക്ക് ഒരു ഇന്റീജർ തന്നെ കിട്ടും. പക്ഷെ 2 ഇന്റീജർ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടില്ല? ഒരു ഇന്റീജർ കിട്ടില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ ഒരു 4/9 കൊടുക്കാം. 4/9 എന്ന് പറഞ്ഞാൽ ഇന്റീജർ ആണോ? അല്ല, അതൊരു റാഷണൽ നമ്പർ ആണ്. നോട്ട് ആൻ ഇന്റീജർ. അതുകൊണ്ട് ഡിവിഷന്റെ നോട്ട് ക്ലോസ്ഡ് എന്നാണ് പറയുന്നത്. ഡിവിഷന്റെ കേസിൽ നോട്ട് ക്ലോസ്ഡ് ആണ്. ക്ലോഷർ പ്രോപ്പർട്ടി റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ നോക്കാം. എഡിഷൻ എന്താ? 2 റാഷണൽ നമ്പർ എടുത്തിട്ട് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. P/Q ഫോമിലുള്ള 2 റാഷണൽ നമ്പർ എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് ഒരു റാഷണൽ നമ്പർ തന്നെ കിട്ടും. അതുകൊണ്ട് ഇത് ക്ലോസ്ഡ് അണ്ടർ അഡീഷൻ എന്നാണ് പറയുന്നത്. സബ്ട്രാക്ഷന്റെ കേസ് എടുത്ത് നോക്കുകയാണ്. 2 റാഷണൽ നമ്പർ ഉണ്ട്, അതെടുത്ത് സബ്ട്രാക്ട് ചെയ്യാം. 2/5 മൈനസ് 1/4 ചെയ്തു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ 2 × 4 മൈനസ് 5 × 1/5 × 4 ഈക്വൽ ടു 4. 8 മൈനസ് 5/20 ഈക്വൽ ടു 3/20. അത് റാഷണൽ നമ്പർ അല്ലേ? അതുകൊണ്ട് സബ്ട്രാക്ഷന്റെ കേസും നമുക്ക് റാഷണൽ നമ്പേഴ്സ് ക്ലോസ്ഡ് ആണെന്ന് പറയാം. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ 2/5 × 1/4 എന്താ? 2/20 ഈക്വൽ ടു 1/10 ആണ്. 2/20 ഈക്വൽ ടു 1/10. അതെന്താ? മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിൽ ഒരു റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുന്നത്. 2 റാഷണൽ നമ്പർ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉത്തരം കിട്ടുന്നത് റാഷണൽ നമ്പർ തന്നെയാണ്. അതുകൊണ്ട് റാഷണൽ നമ്പേഴ്സ് ആർ ക്ലോസ് വിത്ത് റെസ്പെക്ട് ടു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയാം. പിന്നെ ഡിവിഷന്റെ കേസ് എടുത്ത് നോക്കാം. ഡിവിഷന്റെ കേസിൽ നമ്മൾക്ക് 2/5 ആണ് നമ്മളുടെ ആദ്യത്തെ റാഷണൽ നമ്പർ. രണ്ടാമത്തെ നമ്പർ 0 ആണ് വിചാരിച്ചോളൂ. 2/5 ഡിവൈഡഡ് ബൈ 0 എന്തായിരുന്നു? 2/5 ഡിവൈഡഡ് ബൈ 0 ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ് ആണ്. 2/5 ഡിവൈഡഡ് ബൈ 0 ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡിവിഷന്റെ കേസിൽ ഇത് നോട്ട് ക്ലോസ്ഡ് ആണ്. ഡിവിഷന്റെ കേസിൽ റാഷണൽ നമ്പേഴ്സ് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. നമുക്ക് അടുത്ത് കമ്മ്യൂട്ടേറ്റിവിറ്റി നോക്കാം. കമ്മ്യൂട്ടേറ്റിവിറ്റി ഓഫ് ഹോൾ നമ്പേഴ്സ് എന്തൊക്കെയാ? കമ്മ്യൂട്ടേറ്റിവ് ഓഫ് ഹോൾ നമ്പേഴ്സ് എങ്ങനെയാന്ന് നോക്കാം. a + b = b + a അല്ലേ? ഒരു നമ്പർ എടുത്തിട്ട് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു കഴിഞ്ഞാലും അതിന്റെ സം എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഇത് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് പറയുന്നത്. കമ്മ്യൂട്ടേറ്റീവ്. സബ്ട്രാക്ഷൻ നോക്കാം. a - b = b - a ആണോ? a - b = b - a ആണോ? അല്ല. കാരണം 3 - 5 എന്ന് പറയുന്നത് എന്താ? -2 ആണ്. 5 - 3 എന്ന് പറയുന്നതോ +2 ആണ്. അതുകൊണ്ട് അത് രണ്ടും ഈക്വൽ അല്ല. അപ്പൊ സബ്ട്രാക്ഷൻ കേസിൽ നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ കേസ് എന്ന് പറഞ്ഞാൽ a × b = b × a ആണോ നോക്കാം. a × b 3 × 5 = 5 × 3 അല്ലേ? രണ്ടും ഈക്വൽ അല്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. പിന്നെ നമുക്ക് ഡിവിഷൻ നോക്കാം. ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 3/5 എടുത്തു നോക്കാം. 5/3. 3/5 ഉം 5/3 ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് അത് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറയാം. ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, സബ്ട്രാക്ഷൻ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്, മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്, ഡിവിഷൻ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി നമുക്ക് ഇൻഡിജേഴ്സ് നോക്കാം. ഇൻഡിജേഴ്സിന് നമുക്ക് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ? a + b = b + a ആണോ? അതെ.
അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഇൻറ്റിജർ ആയതുകൊണ്ട് നമുക്ക് നെഗറ്റീവ് വാല്യൂ എടുത്ത് നോക്കാം. -3 + 2 = 2 + -3 എന്ന് പറഞ്ഞൂടെ? പറയാം. അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. നമ്മളോട് 2 - 3 ആണ് ഈക്വൽ ടു 3 - 2 ആണോ? 2 - 3 3 - 2 ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് സബ്ട്രാക്ഷൻ ഇൻറ്റിജേഴ്സിന്റെ കേസിൽ എന്താ? നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണ്. 2 - 3 നോട്ട് ഈക്വൽ ടു 3 - 2. അതുകൊണ്ട് നമുക്ക് സബ്ട്രാക്ഷന്റെ കേസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് പറയാം. മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഒരു ഇൻറ്റിജർ വേറെ ഇൻറ്റിജറിനോട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അത് ഉത്തരം കിട്ടുന്നത് ഒരു ഇൻറ്റിജർ തന്നെയായിരിക്കും എന്നാണ് പറയാം. ഡിവിഷൻ നോക്കാം. ഡിവിഷൻ എന്താ? a/bയും b/aയും ഈക്വൽ ആണോ? അല്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഡിവിഷൻ ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ഇൻറ്റിജേഴ്സിന്റെ കേസിലും ഡിവിഷൻ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. റാഷണൽ നമ്പേഴ്സ് നോക്കാം. റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ p/q ഫോർമുല റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് അഡീഷന്റെ കേസ് നോക്കാം. 2/5 + 1/5 = 1/5 + 2/5 ആണോ? ആണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എഴുതിയാലും നമുക്ക് എന്ത് കിട്ടും? 3/5. ഇവിടെയും 3/5 തന്നെ കിട്ടും. അത് ഈക്വൽ ആണ്. റാഷണൽ നമ്പേഴ്സിന്റെ കേസ് അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണോ നോക്കാം. 2/5 -1/5 2/5 - 1/5 ഉണ്ട്. 1/5 - 2/5 ഉണ്ട്. 2/5 - 1/5 എത്രയാ? 1/5 ആണ്. 1/5 - 2/5 എന്താ? -1/5 ആണ്. 1/5ഉം -1/5 ഈക്വൽ ആണോ? അല്ല. അപ്പം നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. പിന്നെ മൾട്ടിപ്ലിക്കേഷന്റെ കേസ് ആണ്. നമുക്ക് 2/5ഉം 1/5ഉം തന്നെ എടുക്കാം. 2/5 × 1/5 എന്താ? 2/25 ആണ്. 1/5 × 2/5 എന്താ? അതും 2/25 ആണ്. അതുകൊണ്ട് അത് രണ്ടും ഈക്വൽ അല്ലേ? അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് പറയാം. മൾട്ടിപ്ലിക്കേഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ഈ ഡിവിഷൻ എന്താണ് റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ? റാഷണൽ നമ്പേഴ്സിന്റെ കേസിലാണെങ്കിലും ഡിവിഷൻ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് എന്നാണ് പറയാം. 2/5 / 1/5ഉം 1/5 / 2/5ഉം ചെയ്ത് നോക്കാം. 2/5 / 1/5 = 2/5 × 5/1 എന്താണ്? 2 ആണ്. ഈ ഭാഗത്ത് നമുക്ക് 2 കിട്ടി. ഇതൊന്ന് ചെയ്ത് നോക്കാം. 1/5 / 2/5 ആണ് = 1/5 × 5/2 = എന്താ? 1/2 ആണ്. 2ഉം 1/2 ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് ഡിവിഷൻ നോട്ട് കമ്മ്യൂട്ടേറ്റീവ് ആണെന്നാണ് പറയാം. നമുക്ക് അസോസിയേറ്റിവിറ്റി എന്താ നോക്കാം. ഹോൾ നമ്പേഴ്സിന്റെ അഡീഷൻ അസോസിയേറ്റീവ് ആണോ അല്ലയോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. അഡീഷന്റെ കേസാണ് a + b + c = a + b + c ആണോ? ഇത് രണ്ടും ഈക്വൽ ആണോ എന്ന് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. 2 + 5 + 3 ആണ് തന്നിട്ടുള്ളത്. അതായത് 2 + 8 = 10. ഇനി നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് നോക്കാം. 2 + 5 + 3 2 + 5 7 + 3 = 10. ഈ രണ്ട് ഭാഗത്തും 10 അല്ലേ? അത് ഈക്വൽ അല്ലേ? അതുകൊണ്ട് അഡീഷന്റെ കേസിൽ നമുക്ക് എന്ത് പറയാം? അസോസിയേറ്റീവ് ആണെന്ന് പറയാം. സബ്ട്രാക്ഷന്റെ കേസ് നോക്കാം. a - b - c = a - b - c യും a - b - c യും നമുക്ക് ചെയ്ത് നോക്കാം. a - b - c എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? a - b + c എന്നാണ്. ഇവിടെ എന്താ? a - b - c തന്നെയാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സബ്ട്രാക്ഷന്റെ കേസിൽ നോട്ട് അസോസിയേറ്റീവ് എന്ന് പറയാം. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ആണുള്ളത്. അതായത് a × b × c യും a × b × c യും ഈക്വൽ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അത് അസോസിയേറ്റീവ് ആണെന്ന് പറയാം. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. 2 × 5 × 3 2 × 5 × 3 എത്രയാണ്?
2 into 15 equal to 30. ഇവിടെ റൈറ്റ് സൈഡ് നോക്കാം. 2 into 5 into 3. 2 into 5 എത്രയാണ്? 10 into 3 അതും 30 തന്നെയാണ്. അപ്പം നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ്റെ കേസ് എന്ത് പറയാം? അസോസിയേറ്റീവ് ആണെന്ന് പറയാം. ഡിവിഷൻ നോക്കാം. ഡിവിഷൻ എങ്ങനെയാ? A divided by B divided by C, A divided by B divided by C. അത് രണ്ട് ഈക്വൽ ആണോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇത് ഹോൾ നമ്പേഴ്സിന്റെ കേസ് ആണേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 2 divided by 1 divided by 5 കൊടുത്ത് നോക്കാം. 2 divided by 1 divided by 5 എന്ന് പറഞ്ഞാൽ 2 divided by 1 by 5 equal to 2 by 1 into 5 by 1 equal to എന്താ? 10 ആണ്. ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് നോക്കാം. 2 divided by 1 divided by 5. 2 divided by 1 എന്ന് പറഞ്ഞാൽ 2 by 5 എത്രയാ? 2 by 5 ആണ് ഉത്തരം. 10ഉം 2 by 5 ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഡിവിഷന്റെ കേസിൽ നോട്ട് അസോസിയേറ്റീവ് ആണെന്ന് പറയാം. ഹോൾ നമ്പേഴ്സ് ഡിവിഷന്റെ കേസിൽ നോട്ട് അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് ഇൻറ്റീജേഴ്സ് എടുത്ത് നോക്കാം. ഇൻറ്റീജേഴ്സിൽ അഡീഷൻ എങ്ങനെയാണ്? അസോസിയേറ്റീവ് ആണോ? അതായത് നമുക്ക് -2 + 3 + 2 -2 + 3 + 2 ഇത് രണ്ടും ഈക്വൽ ആണെന്ന് നമുക്കൊന്നും ചെയ്ത് നോക്കാം. -2 + 5 ഈക്വൽ ടു എന്താ? 3 ആണ്. ഈ റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ? -2 + 3 1 ആണ്, +2 ഈക്വൽ ടു 3 ആണ്. LHSഉം RHSഉം ഈക്വൽ ആണ്. അപ്പൊ അഡീഷന്റെ കേസിൽ എന്താണ്? അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. ഇൻറ്റീജേഴ്സ് അഡീഷന്റെ കേസിൽ ഇൻറ്റീജേഴ്സ് അസോസിയേറ്റീവ് ആണെന്ന് പറയാം. സബ്ട്രാക്ഷന്റെ കേസ് നോക്കാം. സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ A - B - C, A - B - Cയും ഈക്വൽ ആണോ എന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഇൻറ്റീജേഴ്സിന്റെ കേസിൽ സബ്ട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ എന്താ? ഇവിടെ മൈനസിന്റെ ഇവിടെ മൈനസ് ഉണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 2 + 3 ഇവിടെ മൈനസ് ഇവിടെ മൈനസ്, അതുകൊണ്ട് +1 ഈക്വൽ ടു എന്താ? 2 + 3 + 1 പറഞ്ഞാൽ 6. റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയാ? 2 - -3 2 - -3 എന്ന് പറഞ്ഞാൽ 2 + 3 ആണ്. 2 + 3 എന്ന് പറഞ്ഞാൽ 5 -1 എന്താണ്? 4 ആണ്. ഇത് രണ്ട് ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? സബ്ട്രാക്ഷൻ ഈസ് നോട്ട് അസോസിയേറ്റീവ് എന്ന് പറയാം. ഇനി നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ നോക്കാം. ഇൻറ്റീജേഴ്സിന്റെ കേസിൽ അസോസിയേറ്റീവ് ആണോ എന്ന്. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ A into B into C യും A into B into C യും ഈക്വൽ ആണെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇൻറ്റീജർ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? -2 into 3 into 1 -2 into 3 into 1 ചെയ്ത് നോക്കാം. -2 into 3 into 1 എന്ന് പറഞ്ഞാൽ എത്ര? -2 into 3 ഈക്വൽ ടു -6. -2 into 3 എത്രയാ? -6 into 1 ഈക്വൽ ടു -6. രണ്ട് സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് എന്ത് പറയാം? അസോസിയേറ്റീവ് ആണെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇൻറ്റീജേഴ്സിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണെന്ന് പറയാം. ഡിവിഷനോ? A divided by B divided by C, A divided by B divided by C ആണോ? ഡിവിഷന്റെ കേസിൽ അല്ല. അതുകൊണ്ട് നമുക്ക് നോട്ട് അസോസിയേറ്റീവ് ആണെന്ന് പറയാം. ഹോൾ നമ്പേഴ്സിന്റെ കേസിൽ നമ്മുടെ ഡിവിഷൻ അസോസിയേറ്റീവ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഹോൾ നമ്പേഴ്സും ഉണ്ട്, ഹോൾ നമ്പേഴ്സ് അല്ലാത്ത ഭാഗമുണ്ട് ഇൻറ്റീജേഴ്സിൽ. അപ്പം നമുക്ക് എന്ത് പറയാം? ഇൻറ്റീജേഴ്സ് ഡിവിഷന്റെ കേസിൽ നോട്ട് അസോസിയേറ്റീവ് ആണെന്ന് പറയാം. ഒരു കാര്യം ശരിയാണെന്ന് പ്രൂവ് ചെയ്യാൻ കുറേ കാര്യങ്ങൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു കാര്യം തെറ്റാന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് ഒറ്റ ഒരു കാര്യം ഏതെങ്കിലും ഒരു വാല്യൂ വെച്ചിട്ട് തെറ്റാന്ന് പ്രൂവ് ചെയ്താൽ ആ കാര്യം തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ കേസിൽ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അസോസിയേറ്റീവ് ആണോ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അഡീഷന്റെ കേസ് നോക്കാം. അഡീഷന്റെ കേസ് എന്തിനാണ്? റാഷണൽ നമ്പേഴ്സ് അസോസിയേറ്റീവ് ആണ്. A + B + C ഈക്വൽ ടു A + B + C ആണോ? 2/5ഉം 1/5ഉം 1/2 ആണ് നമ്മൾ എടുക്കുന്ന റാഷണൽ നമ്പേഴ്സ് എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ കിട്ടും. ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഇങ്ങനെ റൈറ്റ് ഹാൻഡ് സൈഡും കിട്ടും.
അത് രണ്ടും ഈക്വൽ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാണ് വേണ്ടത്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 2/5 പ്ലസ് 1/5 പ്ലസ് 1/2 2 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 10 എന്താണ് 2/5 പ്ലസ് 2 പ്ലസ് 5 എന്താ 7/10. ഇതൊന്ന് ചെയ്ത് നോക്കാം. 10 4 പ്ലസ് 7 ഈക്വൽ ടു 11/10 ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് എങ്ങനെയാ, 2 പ്ലസ് 1 3/5 പ്ലസ് 1/2 3 into 2 എത്രയാ 6 പ്ലസ് 5 ഡിവൈഡഡ് ബൈ 5 into 2 ഈക്വൽ ടു എന്താ 11/10. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, അഡീഷന്റെ കേസിൽ അസോസിയേറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. നമുക്ക് സബ്ട്രാക്ഷൻ നോക്കാം. ഇത് രണ്ടും ഈക്വൽ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. ഇത് ചെയ്ത നമുക്ക് എന്ത് കിട്ടും, a/b മൈനസ് c/d മൈനസ് c/f എന്ന് പറഞ്ഞാൽ cf മൈനസ് ed ബൈ df ആണ്. റൈറ്റ് ഹാൻഡ് സൈഡോ ad മൈനസ് cb മൈനസ് cb ബൈ bd ആണ് മൈനസ് c/f. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഒന്ന് ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താ adf മൈനസ് bcf പ്ലസ് bed ഡിവൈഡഡ് ബൈ bdf ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിയത്. ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് നോക്കാം. adf മൈനസ് cbf മൈനസ് ebd ഡിവൈഡഡ് ബൈ bdf. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ അല്ല. അപ്പൊ നമുക്ക് സബ്ട്രാക്ഷന്റെ കേസിൽ എന്താ നോട്ട് അസോസിയേറ്റീവ് എന്ന് പറയാം. മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ നോക്കാം. റാഷണൽ നമ്പേഴ്സ് ആണെങ്കിൽ അതായത് a/b ഇൻറ്റു c/d ഇൻറ്റു e/f a/b ഇൻറ്റു c/d ഇൻറ്റു e/f. ഇതെന്താ a/b ഇൻറ്റു ce ബൈ df അതായത് ace ബൈ bdf. റൈറ്റ് ഹാൻഡ് സൈഡ് എന്താ ac ബൈ bd ഇൻറ്റു e/f ace ബൈ bdf. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ അസോസിയേറ്റീവ് ആണെന്ന് പറയാം. ഇനി നമുക്ക് റാഷണൽ നമ്പേഴ്സിന്റെ ഡിവിഷന്റെ കേസിലാണ് നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, a/b ഡിവൈഡഡ് ബൈ c/d ഡിവൈഡഡ് ബൈ e/f ഉം a/b ബൈ c/d ഡിവൈഡഡ് ബൈ e/f ഉം ഈക്വൽ ആണോ എന്നാണ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. ഇതെങ്ങനെ ചെയ്ത് നോക്കാം, a/b ബൈ c/d ഡിവൈഡഡ് ബൈ e/f എന്ന് പറഞ്ഞാൽ cf ബൈ de ആണ്. അതെന്താണ് ade ബൈ bcf ആണ്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്ത് നോക്കാം. a/b ഡിവൈഡഡ് ബൈ c/d എന്ന് പറഞ്ഞാൽ എന്താ ad ബൈ bc ആണ് ഡിവൈഡഡ് ബൈ e/f. ഇതെങ്ങനെ എഴുതാം, adf ബൈ bce ആണ്. ഇത് രണ്ടും ഈക്വൽ ആണോ, അല്ല. നമ്മുടെ ഡിവിഷന്റെ കേസിൽ നോട്ട് അസോസിയേറ്റീവ് എന്നാണ് പറയുന്നത്. ഡിവിഷന്റെ കേസിൽ റാഷണൽ നമ്പേഴ്സ് നോട്ട് അസോസിയേറ്റീവ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഫൈൻ 3/7 പ്ലസ് മൈനസ് 6/11 പ്ലസ് മൈനസ് 8/21 പ്ലസ് 5/22 ആണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യും, LCM കാണും. LCM ഓഫ് എന്താണ് 22 21 11 7. ഇതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, 11 എടുത്ത് നോക്കാം. ഇപ്പോൾ 22-ന് 2 വന്നു, 21 1 7. പിന്നെന്താ 7 എടുത്ത് നോക്കാം. ഇപ്പോൾ 2 വന്നു, 3 വന്നു, 1 വന്നു, 1 വന്നു. ഇനി 2-ഉം 3-യും ഉണ്ട്. 2 എടുത്ത് നോക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടും, 1 3 1 1. 3 എടുത്ത് നോക്കിയാൽ 1 1 1 1 കിട്ടി.
അപ്പോൾ 11 ഇൻറ്റു 7 ഇൻറ്റു 2 ഇൻറ്റു 3 ആണ് നമ്മളുടെ LCM. LCM ഈക്വൽ ടു 11 ഇൻറ്റു 7 ഇൻറ്റു 3 ഇൻറ്റു 2 ആണ്. 11 ഇൻറ്റു 7 ഇൻറ്റു 3 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 462 ആണ്. അപ്പോൾ LCM കിട്ടി. 7 ഇൻറ്റു എത്രയാണ് 462? 66 ആണ്. അപ്പോൾ 66 ഇൻറ്റു 3 എന്ന് എഴുതാം. 462 11 എത്ര പ്രാവശ്യം പോവും? 42 ടൈംസ് പോവും. 462 21 എത്ര പ്രാവശ്യം പോവും? 22 ടൈംസ് പോവും. ഇൻറ്റു -8. 22 എത്ര പ്രാവശ്യം പോവും? 21 ടൈംസ് പോവും. ഇൻറ്റു 5. 66 ഇൻറ്റു 3 എത്രയാണ്? ഈക്വൽ ടു 198. 42 ഇൻറ്റു 6 -252 പ്ലസ് 22 ഇൻറ്റു 8 -176 പ്ലസ് 21 ഇൻറ്റു 5 105. 198 minus 252 minus 176 plus 105 whole divided by 462. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഈക്വൽ ടു -125 by 462. ഇതാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് LCM ഇല്ലാതെ പ്രോപ്പർട്ടി വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അടിയിൽ 7 ആണ്, ഇവിടെ 11 ആണ്, ഇവിടെ 21 ആണ്, ഇവിടെ 22 ആണ്. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? റീഅറേഞ്ച് ചെയ്യാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? കമ്മ്യൂട്ടേറ്റീവ് യൂസ് ചെയ്യും. കമ്മ്യൂട്ടേറ്റീവ് അസോസിയേറ്റീവ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുക. അപ്പോൾ 3/7 പ്ലസ് -8/21 പ്ലസ് -6/11 പ്ലസ് 5/22 എന്ന് എഴുതി കമ്മ്യൂട്ടേറ്റീവ് വെച്ചിട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് ആഡ് ചെയ്ത് നോക്കാം. ഈ ഭാഗം എടുത്തിട്ട് ആഡ് ചെയ്യാം, ഈ ഭാഗം എടുത്തിട്ട് ആഡ് ചെയ്യാം. ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് എന്തുണ്ട്? 7 ഉണ്ട്. അപ്പം നമുക്ക് 1/7 പുറത്തേക്ക് എടുത്തിട്ട് 3 - 8/3 എന്ന് കിട്ടും. 3 - 8/3 എന്ന് കിട്ടും. ഇവിടെ എന്താ കിട്ടുക? 1/11 പുറത്തേക്ക് എടുത്തിട്ട് -6 പ്ലസ് 5/2 എന്ന് കിട്ടും. ഇതൊന്ന് ചെയ്ത് നോക്കാം. 1/7 ഇൻറ്റു 3 ഇൻറ്റു 3 9 -8/3 പ്ലസ് 1/11 ഇൻറ്റു -12 പ്ലസ് 5/2. എന്താ? 1/7 ഇൻറ്റു 9 - 8/3 എന്ന് പറഞ്ഞാൽ 1/3 പ്ലസ് 1/11 ഇൻറ്റു -12 പ്ലസ് 5 എത്രയാ? -7/2. 1/21 പ്ലസ് -7/22. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 22 minus 21 into 7 by 21 into 22. 21 into 23 എത്രയാ? 462. 22 minus 21 into 7 എന്ന് പറഞ്ഞാൽ എത്രയാ? -125 ആണ്. അടിയിൽ 21 into 22 എന്ന് പറഞ്ഞാൽ 462. ഇങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് പ്രോപ്പർട്ടി വെച്ചിട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് -4/5 into 3/7 into 15/16 into -14/9. എന്താ? ഇതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം കമ്മ്യൂട്ടേറ്റീവ് ലോ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? -4/5 into 15/16 into 3/7 into -14/9 എന്ന് എഴുതാം. ഇങ്ങനെ എഴുതാം, റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇവിടെ -4 ഉണ്ട്, ഇവിടെ 16. അപ്പം നമുക്ക് ഇവിടെ 4 ടൈംസ് കിട്ടും. ഇവിടെ 7 ഉണ്ട്, ഇവിടെ 14 ഉണ്ട്. അപ്പോൾ ഇതെന്താ? 2 ടൈംസ് കിട്ടും, -2 ടൈം. ഇവിടെ 3 ഉണ്ട്, ഇവിടെ 9 ഉണ്ട്. എന്താ? 3 ടൈംസ് പോകും. ഇവിടെ 5 ഉണ്ട്, ഇവിടെ 15 ഉണ്ട്. ഇവിടെ എന്താ? അതും 3 ടൈംസ് പോകും. അപ്പം -3/4 ഇൻറ്റു ഇവിടെ എങ്ങനെയാ? -2/3 എന്ന് കിട്ടും. അതും ഒന്നുകൂടി ക്യാൻസൽ ചെയ്യാം. ഇതും 4 അല്ല, അതും ഇതും ക്യാൻസൽ ചെയ്തപ്പോൾ 2 ടൈംസ് കിട്ടി. ഇവിടെ മൈനസും ഇവിടെ മൈനസും ഇവിടെ മൈനസും ഉണ്ട്. അപ്പോൾ 1/2 എന്ന് നമുക്ക് ഉത്തരം കിട്ടി. നമുക്ക് അടുത്ത പ്രോപ്പർട്ടി നോക്കാം. ദ റോൾ ഓഫ് 0. അഡീഷൻ ഓഫ് 0 ടു എ ഹോൾ നമ്പർ എന്താ? ഒരു ഹോൾ നമ്പർ എടുത്തിട്ട് അതിന് ആഡ് ചെയ്യുക 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹോൾ നമ്പർ തന്നെ കിട്ടും. അതേ ഹോൾ നമ്പർ, സെയിം ഹോൾ നമ്പർ തന്നെ
ഹോൾ നമ്പർ തന്നെ കിട്ടും. അഡീഷൻ ഓഫ് 0 to an integer എന്ത് കിട്ടും? അതേ ഇൻറ്റിജർ തന്നെ നമുക്ക് കിട്ടും. അഡീഷൻ ഓഫ് 0 to a റാഷണൽ നമ്പർ എന്ത് കിട്ടും? സെയിം റാഷണൽ നമ്പർ. അപ്പൊ നമുക്ക് എന്ത് പറയാം? 0 is the additive identity. 0 is the additive identity എന്ന് പറയാം. അത് ഹോൾ നമ്പറിന്റെ കേസിലാണെങ്കിലും ഇൻറ്റിജറിന്റെ കേസിലാണെങ്കിലും റാഷണൽ നമ്പേഴ്സിന്റെ കേസിലാണെങ്കിലും. അടുത്ത പ്രോപ്പർട്ടി എന്താ? റോൾ ഓഫ് 1 ആണ്. 1ന്റെ കേസ് എന്ന് പറഞ്ഞാല് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റാഷണൽ നമ്പർ ബൈ 1 എന്താണ് തരിക? സെയിം റാഷണൽ നമ്പർ ആണ് തരിക. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റാഷണൽ നമ്പർ ബൈ 1 എന്ന് പറഞ്ഞാൽ സെയിം റാഷണൽ നമ്പർ തന്നെയാണ് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? 1 ഈസ് ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയാം. ഓഫ് റാഷണൽ നമ്പേഴ്സ്. അതിപ്പോ ഹോൾ നമ്പറിന്റെ കേസിലാണെങ്കിലും ഇൻറ്റിജേഴ്സിന്റെ കേസിലാണെങ്കിലും 1 തന്നെയാണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി. അടുത്ത പ്രോപ്പർട്ടി എന്താ? നെഗറ്റീവ് ഓഫ് എ നമ്പർ. ഇപ്പൊ നമ്പർ തന്നിട്ടുണ്ട് a = 5 എന്ന്. a = 5 എന്ന നമ്പർ വന്നിട്ടുണ്ട്. അതിന്റെ നെഗറ്റീവ് ഓഫ് എ നമ്പർ പറഞ്ഞാല് നെഗറ്റീവ് a = -5 ആണ് അല്ലേ? അപ്പം a പ്ലസ് നെഗറ്റീവ് എന്താ? a പ്ലസ് നെഗറ്റീവ് a എന്താണ്? 5 പ്ലസ് -5 = എന്താണ്? 0. അപ്പൊ നമുക്ക് ഏത് നമ്പറാണോ ഒരു നമ്പറിനോട് ആഡ് ചെയ്താൽ അത് 0 കിട്ടുന്നത് അതിനെ നമ്മൾ എന്ത് പറയും? അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. ഏത് നമ്പറാണോ നമ്മൾ ഒരു നമ്പറിനോട് ആഡ് ചെയ്തിട്ട് 0 കിട്ടുന്നത് ആ നമ്പറിനെ നമ്മൾ അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. അടുത്ത പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ റെസിപ്രോക്കൽ ആണ്. ഇപ്പൊ നമുക്കൊരു നമ്പർ ഉണ്ട്, a/b എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട്. c/d എന്ന് പറയുന്നത് a/b-ന്റെ റെസിപ്രോക്കൽ ആണ്. എപ്പോ a/b × c/d എന്ന് പറയുന്നത് 1 ആയിട്ട് ഉത്തരം കിട്ടുകയാണെങ്കിൽ c/d is the reciprocal of a/b എന്നാണ് പറയാം. a/b × c/d 1 കിട്ടുകയാണെങ്കിൽ c/d is the reciprocal of a/b എന്നാണ് പറയാം. ഡിസ്ട്രിബ്യൂട്ടിവിറ്റി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓർ അഡീഷൻ എന്താന്ന് പറയാം? a/b × c/d പ്ലസ് e/f ആണ്. ഇത് ഓരോന്നായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ac/bd കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് അടുത്തെന്താ? ഇവിടെ ആഡീഷൻ ആണ്. അപ്പൊ a × e ae/bf. a/b × c/d പ്ലസ് e/f എന്ന് പറഞ്ഞാൽ ac/bd പ്ലസ് ae/bf എന്നാണ് ഉത്തരം കിട്ടുന്നത്. അല്ലെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ പറയാം? a × b പ്ലസ് c എന്ന് പറഞ്ഞാൽ ab പ്ലസ് ac ആണ്. അതേപോലെ a × b മൈനസ് c എന്ന് പറഞ്ഞാൽ ab മൈനസ് ac ആണ്. ഇങ്ങനെ ജനറൽ ആയിട്ട് നമുക്ക് പറയാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7/5 × -3/12 പ്ലസ് 7/5 × 5/12 ആണ് നമ്മളോട് ചോദിച്ച ചോദ്യം. ഇതിൽ 7/5 രണ്ട് ഭാഗത്തുണ്ട്, അഡീഷന്റെ രണ്ട് ഭാഗത്തുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ബൈ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നമുക്ക് എന്ത് പറയാം? 7/5 × -3/12 പ്ലസ് 5/12 എന്ന് പറയാം. ഇതിനെ ഇങ്ങനെ എഴുതി എന്നിട്ടോ 7/5 × -3/12 പ്ലസ് 5/12 എന്ന് പറഞ്ഞാൽ 2/12 ആണ്. അതായത് 1/6 ഈക്വൽ ടു എന്താ? 7 × 1 7 എന്ന്, 5 × 6 30. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9/16 × 4/12 പ്ലസ് 9/16 × -3/9. ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. 9/16 രണ്ട് ഭാഗത്തുള്ളതുകൊണ്ട് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാം? 9/16 × 4/12 -3/9. ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയത്. 4/12 നമുക്ക് എന്ത് എഴുതാം? 1/3 എന്ന് എഴുതാം. ഇതും 1/3 ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഈക്വൽ ടു 9/16 × 1/3 -1/3 ഈക്വൽ ടു എന്താ? 9/16 × 0
ഈക്വൽ ടു 0 ആണ് നമുക്ക് ഉത്തരം കിട്ടുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് അഡിറ്റീവ് ഇൻവേഴ്സ് ഓഫ് ദ ഫോളോയിങ്. -7/19 ആണ് ആദ്യം നമുക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് എഴുതാം? അഡിറ്റീവ് ഇൻവേഴ്സ് ഈക്വൽ ടു -7/19 ഈക്വൽ ടു എന്താ? മൈനസും പോയി 7/19. ഇതൊന്ന് അഡിറ്റീവ് ഇൻവേഴ്സ് ഒന്ന് ചെക്ക് ചെയ്യാം. എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? -7/19 പ്ലസ് 7/19 എന്താണ്? 0 ആണ്. അതേപോലെ നമുക്ക് എന്ത് എഴുതാം? 21/112ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? അഡിറ്റീവ് ഇൻവേഴ്സ് ഈക്വൽ ടു -21/112 ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വെരിഫൈ ദാറ്റ് -(-x) is the same as x from x equal to 13/17 and x equal to -21/31. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എന്താ പറഞ്ഞത്? അഡിറ്റീവ് ഇൻവേഴ്സ് നോക്കാം. അഡിറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഈക്വൽ ടു -13/17 ആണ്. അപ്പോൾ അഡിറ്റീവ് ഇൻവേഴ്സ് ഈക്വൽ ടു -13/17 കിട്ടും. അതായത് എന്ത് പറയാം? 13/17 പ്ലസ് -13/17 ഈക്വൽ ടു 0 എന്ന് കിട്ടി. അപ്പം ഈ equality, the same equality shows that 13/17 the additive inverse of -13/17. The same equality shows that 13/17 is the additive inverse of -13/17. ഇതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് ആണ് ഇതെന്നും നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് പറയുന്നത്. അപ്പം നമുക്ക് എന്ത് പറയാം? ഇംപ്ലൈസ് -(-x) ഈക്വൽ ടു x. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. x ഈക്വൽ ടു -21/31. അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എന്താ? 21/31. അപ്പൊ നമുക്ക് എന്ത് പറയാം? -21/31 പ്ലസ് 21/31 ഈക്വൽ ടു 0 എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്ത് പറയാം? The same equality shows that -21/31 is the additive inverse of 21/31. ഇതാണ് നമുക്ക് തന്ന നമ്പർ. അതിന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് പറയുമ്പോൾ 21/31. അപ്പൊ അതേ ഇക്വേഷനിൽ നമുക്ക് 21/31ന്റെ അഡിറ്റീവ് ഇൻവേഴ്സ് -21/31 ആണെന്നും പറയാം. അതാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? -(-x) ഈക്വൽ ടു x. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് 2/5 into -3/7 -1/14 -3/7 into 3/5. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? കമ്മ്യൂട്ടേറ്റീവ് യൂസ് ചെയ്യാം. By using commutativity we can rearrange it as. By using commutativity we can rearrange it as. എങ്ങനെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റുക? 2/5 into -3/7 -3/7 into 3/5 -1/14 എന്ന് എഴുതാം. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. എന്നിട്ട് നമുക്ക് എന്ത് പറയാം? -3/7 കോമൺ ആയിട്ടുണ്ട്. ഇവിടെ ബാക്കി എന്താ ഉള്ളത്? 2/5. ഇവിടെ എന്താ ബാക്കിയുള്ളത്? 3/5. -1/14. ഇത് 2 + 3/5 എത്രയാ? 5/5 -3/7 -1/14 ഈക്വൽ ടു -3/7 -1/14 ഈക്വൽ ടു എന്താ? ഡബിൾ ചെയ്യാം. -3 into 2 -1/14 -3 into 2 എന്ന് പറഞ്ഞാൽ -6 -7/14 -1/2